ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് PSCയുടെ ക്ലാസ്സസ് ആണ്. അപ്പോൾ 10th മെയിൻസിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചരിത്രത്തെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള യൂറോപ്യന്മാരുടെ വരവാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുക. ഓരോ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം 1498 കേട്ടോ. 1498 വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ കേട്ടോ. പോർച്ചുഗീസുകാർ, നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമയാണ്. ആദ്യം വന്നത് യൂറോപ്യൻകാരാണ്. അപ്പോൾ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് ആരാണ്? വാസ്കോ ഡ ഗാമയാണ് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്തേക്കുക. വാസ്കോ ഡ ഗാമേനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ് കേട്ടോ. ലിസ്ബണിൽ നിന്നാണ്. എവിടെ നിന്നാണ് ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് എന്ന് ചോദിക്കാം. അപ്പോൾ അത് എവിടെ നിന്നാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കാപ്പാടാണ്. 1498 കാപ്പാട്. സ്ഥലം നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ ആദ്യം വന്നിറങ്ങിയ സ്ഥലം കാപ്പാട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ കേട്ടോ. വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയപ്പോൾ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് എന്താണ്? സെൻറ്റ് ഗബ്രിയേൽ. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സെൻറ്റ് ഗബ്രിയേലാണ് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാസ്കോ ഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം. അപ്പോൾ ആദ്യത്തെ വർഷം പറഞ്ഞു, രണ്ടാമതായി വന്നത് 1502. നോട്ട് ചെയ്ത് വെക്കുക. ആദ്യമായി വന്നത് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമതായി വന്നത് 1502. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാമതായി വന്ന വർഷം ഏതായിരിക്കും? എന്താണ്? വാസ്കോ ഡ ഗാമ മൂന്നാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1524 കേട്ടോ. 1524 വാസ്കോ ഡ ഗാമ മൂന്നാമതായി ഇന്ത്യയിലെത്തിയ വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം 1524. ക്വസ്റ്റ്യൻ നോക്കുക, ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 1524 കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായി വന്നത്, രണ്ടാമതായി വന്നത്, മൂന്നാമതായി പഠിച്ചു. പിന്നെ വാസ്കോ ഡ ഗാമ അന്തരിച്ച വർഷവും അപ്പോൾ ഇത് തന്നെയാണ് 1524 ഡിസംബർ 24 കേട്ടോ. വാസ്കോ ഡ ഗാമ അന്തരിച്ച വർഷം 1524 ഡിസംബർ 24. ഡേറ്റും കൂടി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കേട്ടോ. കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് എന്ത് ഭൗതിക ശരീരം അടക്കം ചെയ്തത്. ഓക്കെ, ആദ്യമായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയ വർഷം 1539. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയ വർഷം 1539 കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അപ്പോൾ വാസ്കോഡഗാമയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അഥവാ അധിപൻ പോർച്ചുഗലിലേക്ക് എന്നറിയപ്പെടുന്നത് ആര്? വാസ്കോഡഗാമ കേട്ടോ. വാസ്കോഡഗാമ. അപ്പോൾ വാസ്കോഡഗാമനെ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അതിഥി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാസ്കോഡഗാമനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്ന കൂട്ടത്തിൽ പറയുന്നതാണ് വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരിസ് കബ്രാൾ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയ ആൾ ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ അതാരന്നെയാണ്? ഗബ്രാളാണ് കേട്ടോ. ഗബ്രാളാണ്. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. ഗബ്രാളിനെ പറ്റിയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുൻപ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ബർത്തലോമിയോ ഡയസ് കേട്ടോ. ബർത്തലോമിയോ ഡയസ് ആണ്. ഓക്കെ, ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുൻപ് ചുറ്റി സഞ്ചരിച്ച ആൾ കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡെ. ഓക്കെ, ഫ്രാൻസിസ്കോ ഡി അൽമേഡെ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ തന്നെ. അപ്പോൾ ആളെക്കുറിച്ച് 2 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നത്. ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി കേട്ടോ അൽമേഡ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആൽമേഡയാണ്. അപ്പോൾ ആൽമേഡയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 3ാമത്തെയാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡെ. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അദ്ദേഹത്തിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വൈസ്രോയി ആര്? അൽ ബുക്കർക്ക് കേട്ടോ. അൽ ബുക്കർക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആയിട്ട് അറിയപ്പെടുന്ന വൈസ്രോയി കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. വൈസ്രോയി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? അൽ ബുക്കർക്ക്. ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്തിട്ടാണ്. പോർച്ചുഗീസ് വൈസ്രോയി ആര്? അൽബുർക്ക് കേട്ടോ. അൽബുക്കർക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി അൽ ബുക്കർക്ക് തന്നെയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ്? അൽ ബുക്കർക്ക് തന്നെയാണ്. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. അൽ ബുക്കർക്കിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽ ബുക്കർക്ക്. ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽ ബുക്കർക്ക് കേട്ടോ. അൽ ബുക്കർക്ക്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽ ബുക്കർക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽ ബുക്കർക്കാണ് മാറ്റിയത് കേട്ടോ. അപ്പം നോട്ട് ചെയ്ത് വെക്കുക അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽ ബുക്കർക്ക്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽ ബുക്കർക്ക് കേട്ടോ. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽ ബുക്കർക്ക്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. അപ്പോൾ അൽബുക്കർക്കിനെ പറ്റി കുറേ ക്വസ്റ്റ്യൻസ് ആയി നമ്മളിപ്പോൾ പറയുന്നു. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് കേട്ടോ. അൽബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്, പോർച്ചുഗീസ് വൈസ്രോയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. സ്ഥലം കൊച്ചിയിൽ കേട്ടോ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട. ഉത്തരം മാനുവൽ കോട്ട കേട്ടോ. ഓക്കെ, അത് കൊച്ചിയിലാണ് മാനുവൽ കോട്ട. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട എന്നെല്ലാം അറിയപ്പെടുന്ന കോട്ട മാനുവൽ കോട്ട. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴയ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാൻ 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ചാലിയം കോട്ട. കോഴിക്കോടാണ് കേട്ടോ വരുന്നത്. ചാലിയം കോട്ട കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാൻ 1531 കേട്ടോ. ഈ വർഷം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ചാലിയം കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണർ ന്യൂനാഡ കുൻഹ. ഓക്കെ, അപ്പോൾ ചാലിയം കോട്ടയെ പറ്റിയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആയി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ന്യൂനാഡ കുൻഹ കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയുടെ പേര് ഗോതിക് ശൈലി. ആ ശൈലിയുടെ പേര് വരുന്നത് ഗോതിക് ശൈലി കേട്ടോ. ഗോതിക് ശൈലി കേട്ടോ. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം മട്ടാഞ്ചേരി പാലസ് കേട്ടോ. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം. ഓക്കെ, നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ച വിദേശ ശക്തി പോർച്ചുഗീസുകാർ കേട്ടോ. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ച വിദേശ ശക്തി പോർച്ചുഗീസുകാർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, ആത്തയ്ക്ക, വറ്റൽമുളക്, പുകയില, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഇതൊക്കെ ആരാണ് കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാർ. ഓക്കെ, ക്രിസ്തീയ കലാരൂപം ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതും ജനകീയതമാക്കിയതും ആരാണ്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. പോർച്ചുഗീസുകാരാണ് അതെല്ലാം കൊണ്ടുവന്നത്. ഓക്കെ, പ്രചരിപ്പിച്ചു തുടങ്ങിയതും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് സ്ഥലം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? കൊച്ചിയിൽ. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ് വരുന്നത് സ്കൂൾ ആരംഭിച്ചത്, യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഓക്കെ, നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധികൾ എന്തൊക്കെയാ? കണ്ണൂർ സന്ധി 1513 ആൻഡ് പൊന്നാനി സന്ധി
1540 കേട്ടോ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം വരുന്നത് 1602 കേട്ടോ. നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595 കേട്ടോ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. നെക്സ്റ്റ്, ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം 1658. ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം 1658. ഡച്ചുകാർ കൊല്ലം പിടിച്ചിറക്കിയ വർഷമാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ കേട്ടോ, പോർച്ചുഗീസുകാരെ. ഓക്കെ, ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663 കേട്ടോ. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോർച്ചുഗീസുകാരെ പരിചയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആര്? അഡ്മിറൽ വാൻ ഗോയിൻസ്. ഓക്കെ, അഡ്മിറൽ വാൻ ഗോയിൻസ് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ 1661 ഒപ്പുവെച്ച സന്ധി ഏതാണ്? അഴീക്കോട് സന്ധി കേട്ടോ. ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട ചേറ്റുവ കോട്ട. ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട ചേറ്റുവ കോട്ട. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട. ഉത്തരം വരുന്നത് ചേറ്റുവ കോട്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിൽ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും കേട്ടോ. അപ്പം മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. അപ്പോൾ ഉത്തരം നോട്ട് ചെയ്ത് വെക്കുക, വർഷം കൂടി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് കരുതപ്പെടുന്നത് എന്താ? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് കേട്ടോ. ഓക്കെ, ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് കരുതപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ലാറ്റിൻ ഭാഷയിലാണ് കേട്ടോ. ലാറ്റിൻ ഭാഷ കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ലാറ്റിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞിരിക്കുക, മലബാറിലെ ഔഷധം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കേരളാരാമം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ, കേരളാരാമം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് അഡ്മിറൽ വാൻ റീഡ് കേട്ടോ. അഡ്മിറൽ വാൻ റീഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത്. അപ്പോൾ അതാരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം. ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ഓക്കെ ആംസ്റ്റർഡാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വയ്ക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എത്ര വാല്യങ്ങളായാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? 12 കേട്ടോ. 12 വാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹോർത്തൂസ് മലബാറിക്കസിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങ് കേട്ടോ. തെങ്ങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവസാന വൃക്ഷം ഏതാണ്? ആൽ. ആദ്യ വൃക്ഷം തെങ്ങ് പറഞ്ഞു. അപ്പോൾ അവസാന വൃക്ഷം എന്താണ്? ആലാണ് കേട്ടോ. ഉത്തരം വരുന്നത് ആലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് തെങ്ങാണ് കേട്ടോ. മലയാളത്തിൽ അച്ചടിച്ചിട്ടുള്ള ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് എന്താണ്? തെങ്ങാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് തെങ്ങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇ.ടി. അച്യുതൻ. എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ട്ടോ. ഇ.ടി. അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ്. കാർമൽ പുരോഹിതൻ ആരാണ്? ജോൺ മാത്യൂസ് കേട്ടോ. ജോൺ മാത്യൂസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. ഓക്കെ, ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? കെ.എസ്. മണിലാലാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ഓക്കെ, അപ്പം അത് നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കേരള ചരിത്രത്തിൽ ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് പരന്ത്രീസുകാർ കേട്ടോ. ഓക്കെ, കേരള ചരിത്രത്തിൽ ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ കേട്ടോ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ. ഓക്കെ, അപ്പോൾ ഫ്രഞ്ചുകാരെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവസാനത്തെ കേട്ടോ. അവസാനത്തെയാണ്. അപ്പോൾ അവസാനത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ചുകാരെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയി ചോദിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം
1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഓക്കെ, വർഷം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കേരളത്തിലെ ഫ്രഞ്ച് താവളം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു? മാഹി കേട്ടോ. കേരളത്തിലെ ഫ്രഞ്ച് താവളം സ്ഥിതി ചെയ്തിരുന്നത് മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. ഓക്കെ, നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം വരുന്നത് പോണ്ടിച്ചേരി കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി നിൽക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയി മാർട്ടിൻ. ഓക്കെ, പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ കേട്ടോ, ഫ്രാങ്കോയി മാർട്ടിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെ? സൂറത്തിൽ കേട്ടോ. സൂറത്തിൽ. ഇന്ത്യയിൽ എവിടെയാണ് ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത്? ഫ്രഞ്ചുകാർ സൂറത്തിൽ കേട്ടോ. സൂറത്തിലാണ് കേട്ടോ. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി മയ്യഴിപ്പുഴ കേട്ടോ. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായിട്ടുള്ള യുദ്ധം വാണ്ടിവാഷ് യുദ്ധം 1760 കേട്ടോ. 1760 യുദ്ധം നടക്കുന്നത് ഇന്ത്യയിലെ. ഓക്കെ, ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു? ബ്രിട്ടനും ഫ്രാൻസും. 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു? ബ്രിട്ടനും ഫ്രാൻസും കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. നോട്ട് ചെയ്തെന്ന് വയ്ക്കുന്നു. ഡച്ചുകാരെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം AD 1602. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം AD 1602. നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏതു വർഷമാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്തത്? 1658. 1658. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഓക്കെ, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരായിരുന്നു? അഡ്മിറൽ വാൻഗോയിൻസ് കേട്ടോ. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരായിരുന്നു? നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഏതു മതവിഭാഗമായിരുന്നു ഡച്ചുകാർ? പ്രൊട്ടസ്റ്റന്റ് വിഭാഗം. ഏതു മതവിഭാഗക്കാരായിരുന്നു ഡച്ചുകാർ? പ്രൊട്ടസ്റ്റന്റ് വിഭാഗം. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം കൂടിയാണ് ഡച്ചുകാരാണ് ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ കേട്ടോ. ഓക്കെ, അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ ഡച്ചുകാർ എന്ന് ഉത്തരം എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹോർത്തൂസ് മലബാറിക്കസിന്റെ പ്രസിദ്ധീകരണം നടന്ന സ്ഥലം ആംസ്റ്റർഡാം ആണ്. വർഷം വരുന്നത് 1678 തൊട്ട് 1703 വരെ കേട്ടോ. ഓക്കെ, ഹോർത്തൂസ് മലബാറിക്കസിന്റെ പ്രസിദ്ധീകരണം നടന്ന സ്ഥലം ഓക്കെ ആംസ്റ്റർഡാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആംസ്റ്റർഡാം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആകെ എത്ര വാല്യങ്ങളിലായാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്? 12. ഓക്കെ, 12 വാല്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാള വിവർത്തനത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാള വിവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ആരാണ്? കേരള സർവകലാശാല. ഓക്കെ, നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിൽ? കുളച്ചൽ യുദ്ധത്തിൽ. 1741 കുളച്ചൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത്. ഓക്കെ, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിൽ? മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയി ആണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ. ഓക്കെ, നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തിരുവിതാംകൂർ ചരിത്രത്തിൽ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആര്? ഡിലനോയ്. തിരുവിതാംകൂർ ചരിത്രത്തിൽ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ഡിലനോയ്. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാധിപനായി തീർന്ന വിദേശി ആര്? അതും ആര് തന്നെയാണ്? ഡിലനോയ്. അപ്പോൾ ഡിലനോയിനെ കുറിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയി ഇപ്പോൾ പറയുന്നു. തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാധിപനായി തീർന്ന വിദേശി കേട്ടോ. വിദേശിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ആര്? ഡച്ചുകാരാണ്. 1825 വർഷം നോട്ട് ചെയ്യുക. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി കേട്ടോ ഡച്ചുകാരാണ് കേട്ടോ ആദ്യം തിരിച്ചു പോയത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് രാജ്യക്കാരാണ് ഡച്ചുകാർ? നെതർലാൻഡ് കേട്ടോ. നെതർലാൻഡിലുള്ളവരാണ് എന്ത്? ഡച്ചുകാർ കേട്ടോ. ഏത് രാജ്യക്കാരാണ് ഡച്ചുകാർ? നെതർലാൻഡ് കേട്ടോ. നെതർലാൻഡ്. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട ഒരു വട്ടം പറഞ്ഞതാണ് ചേറ്റുവ കോട്ട കേട്ടോ. ചേറ്റുവ കോട്ട. 18-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട ചേറ്റുവ കോട്ട. ഓക്കെ,
കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി അഴീക്കോട് സന്ധി. ഓക്കെ, 1661 കേട്ടോ. 1661 ഈ ഉടമ്പടി ഒപ്പുവെച്ചത് കോഴിക്കോട് സാമൂതിരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടി 1753 കേട്ടോ. കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിൽ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കേട്ടോ. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിൽ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കേട്ടോ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പോൾ ആരൊക്കെ തമ്മിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1789 ധർമ്മരാജാവ് ഡച്ചുകാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെ? കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. ഓക്കെ, കൊടുങ്ങല്ലൂർ കോട്ട ആൻഡ് പള്ളിപ്പുറം കോട്ട. ഓക്കെ, നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തി ഡച്ചുകാർ കേട്ടോ. ഡച്ചുകാരാണ് കേട്ടോ. അപ്പോൾ അത് ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് രാജ്യക്കാരാണ് ഡാനിഷുകാർ എന്നറിയപ്പെടുന്നത്? ഡെൻമാർക്ക് കേട്ടോ. നേരത്തെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇപ്പോൾ ചോദിക്കുന്നത് ഡാനിഷുകാരെ പറ്റിയാണ്. അപ്പോൾ അതാരാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്ക്. ഏത് രാജ്യക്കാരാണ് ഡാനിഷുകാർ എന്നറിയപ്പെടുന്നത്? ഡെൻമാർക്ക്. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1616. ഓക്കെ, നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാനിഷുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലങ്ങൾ? സെറാംപൂർ, അതുപോലെ ട്രാൻക്യൂബാർ. സെറാംപൂർ അതുപോലെ തന്നെ ട്രാൻക്യൂബാർ കേട്ടോ. അപ്പം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഫാക്ടറികൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതു വർഷമാണ് ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചത്? 1620. 1620 ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാനിഷുകാർ 1620 ഡാൻസ് ബോഗോട്ട പണി കഴിപ്പിച്ച സ്ഥലം? ട്രാൻക്യൂബാർ കേട്ടോ. ട്രാൻക്യൂബാറിലാണ് ഡാൻസ് ബോർക്കോട്ട പണി കഴിപ്പിച്ചത്. ഓക്കെ, വർഷം 1620. അപ്പോൾ ഇയറും കൂടി നോട്ട് ചെയ്ത് വെക്കുക അതിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തരംഗാംബാടി എന്ന പേരിലാണ് ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത്. തരംഗാംബാടി എന്ന പേരിലാണ്. ഓക്കെ, നെക്സ്റ്റ്. വ്യാപാര ആവശ്യത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി? അവരാണ് ആര്? ഫ്രഞ്ചുകാർ കേട്ടോ. ഫ്രഞ്ചുകാരാണ് വ്യാപാര ആവശ്യത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി. ഓക്കെ, ഫ്രഞ്ചുകാർ. ഓക്കെ, നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഫ്രഞ്ചിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം? പോണ്ടിച്ചേരി. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ് കേട്ടോ. ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം വന്നത് പോണ്ടിച്ചേരിയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയി മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയി മാർട്ടിൻ. ഫ്രഞ്ചിനെ പറ്റിയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ച വർഷം 1724. മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ച വർഷം 1724. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ: മാഹി, കാരയ്ക്കൽ ആൻഡ് പോണ്ടിച്ചേരി, പുതുച്ചേരി, യാനം, ചന്ദ്രനഗർ. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം: വാൻഡിവാഷ് യുദ്ധം 1760. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായിട്ടുള്ള യുദ്ധം വാൻഡിവാഷ് യുദ്ധം. ഒരു വട്ടം പറഞ്ഞതാണ്, 1760 കേട്ടോ, 1760. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാൻഡിവാഷ് യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധി പാരീസ് ഉടമ്പടി 1763 കേട്ടോ, 1763 പാരീസ് ഉടമ്പടി. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു? ബ്രിട്ടനും ഫ്രാൻസും കേട്ടോ, ബ്രിട്ടനും ഫ്രാൻസും. ഓക്കെ, ബ്രിട്ടനും ഫ്രാൻസും തമ്മിലായിരുന്നു 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ. ഏക് ലാ ചാപ്പൽ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച ഇന്ത്യൻ പ്രദേശം മദ്രാസ്. ഓക്കെ, രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം എന്തായിരുന്നു? ഹൈദരാബാദിലും കർണാടകയിലുമുണ്ടായ പിന്തുടർച്ചാവകാശ തർക്കമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം. എവിടെ? ഹൈദരാബാദിലും കർണാടകത്തിലും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാം കർണാടക യുദ്ധത്തിന് കാരണം എന്താണ്? മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാരണം. അപ്പോൾ ഏതാണ് കാരണം എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സപ്തവത്സര യുദ്ധം നടന്നത് ഏതൊക്കെ ശക്തികൾ തമ്മിൽ? ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ കേട്ടോ. സപ്തവത്സര യുദ്ധം നടന്നത് ഏതൊക്കെ ശക്തികൾ തമ്മിൽ? ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷമേത്? 1954. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം 1954. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം 1954 കേട്ടോ. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു.